തീർച്ചയായും പാലക്കാടിന്റെ മനസ്സ് ഇത്തവണ ഇടതുപക്ഷത്തിനൊപ്പമാണ്, സ്പീക്കറിനൊപ്പമാണ് എന്നുള്ളത് ആവർത്തിച്ച് തന്നെ ഈ ഒരു മാസക്കാലം കൊണ്ട് കേരള ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പി സരിൻ എന്ന് പറയുന്ന നിസ്വാർത്ഥനായ ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു പ്രൊഫഷണലിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് വലിയ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസിലേക്ക് എത്തിയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹങ്ങളെയും കാഴ്ചപ്പാടുകളെയും ആകെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പാലക്കാട് ഉണ്ടായത്, സംസ്ഥാന തലത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ്. ഡോക്ടർ പി സരിന്റെ തുറന്ന വാഹനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തുറന്ന വാഹനത്തിലേക്ക് ഡോക്ടർ സരിൻ ഈ റോഡ് ഷോയുടെ ഭാഗമായി ഇതാ കൊട്ടിക്കലാസിലേക്ക് പോകുന്നതിന്റെ ഭാഗമായി കയറി നിൽക്കുന്നത് കഴിയുന്നത്. ഇതാ ഇങ്ങനെ വലിയൊരു ആവേശത്തോടെ ഇതാ മന്ത്രി എം പി രാജേഷ് ഉണ്ട്, ഒപ്പം തന്നെ എൻ സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരൊക്കെ ആ വാഹനത്തിൽ ഇതാ കയറി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി തുറന്ന വാഹനത്തിലായിരിക്കും ഇനി ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്ര. അത്തരത്തിൽ എല്ലാവരെയും കൈകൾ വീശി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതാ കടന്നു പോവുകയാണ്. പാലക്കാട്ടിലെ ഒരു കൊട്ടിക്കലാശത്തിന്റെ അവസാന മിനിറ്റിലെ കാഴ്ചകളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതാ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്, നമുക്ക് കാണാൻ കഴിയുന്നു. ഇതാ ഈ റോഡിലൂടെ വഴിയൊരുക്കുകയാണ്. കാരണം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഇരച്ചെത്തി നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ അത്ര ഈ ആളുകളാണ് തന്നെ അവരെയൊക്കെ പതിയെ വഴിയൊരുക്കിക്കൊണ്ട് മുന്നോട്ട് കടന്നു പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കൈകൾ വീശി സ്ഥാനാർത്ഥി അഭിവാദ്യം ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. റോഡിന് ഇരുവശവും തടിച്ചുകൂടി നിൽക്കുന്ന നിരവധി മനുഷ്യർ അവർ അവിടെ നിന്ന് തിരിച്ച് അഭിവാദ്യം ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഭൗതികമായി അദ്ദേഹം ജീപ്പിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ഒരുപക്ഷെ നമുക്ക് ആലങ്കാരികമായി പറയാൻ കഴിയുക പാലക്കാടൻ ജനതയുടെ ഹൃദയത്തിലേറിയാണ് ഡോക്ടർ പി സരിൻ സഞ്ചരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.